ഹായ് ഹലോ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിരിക്കുന്നതാണ്. ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നേരെ വിരിക്കട്ടെ കേട്ടോ. എല്ലാം വലിച്ചിട്ടിട്ടുണ്ട്, ബുക്സും എല്ലാം വലിച്ചിട്ടാണുള്ളത്. അതൊക്കെ ഒന്ന് നീറ്റ്ലി വെക്കട്ടെ. അത് സ്കൂളിൽ പോണ സമയത്ത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ, ഒട്ടാകെ വലിച്ചിട്ടിട്ടുള്ള. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു വെക്കട്ടെ കേട്ടോ. അപ്പോൾ ഉണ്ടല്ലോ, ആദ്യം തന്നെ ഞാൻ ക്ലീനിങ്ങിനാണ് നിന്നിട്ടുള്ളത് മുകളിൽ. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുക്കിംഗ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ കാണുന്നവരൊന്നും ഇഷ്ടപ്പെടുന്നുണ്ട് എല്ലാവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ലൈക്കും കൂടി തരിക, കമൻറ്റും കൂടി എഴുതാൻ മറക്കരുത് കേട്ടോ. ഇവിടെ ഉണ്ടല്ലോ, പിന്നെ ഉച്ചയായാൽ ഭയങ്കര ചൂടാണ്, പക്ഷെ ഭയങ്കര മഞ്ഞും തണുപ്പാണ് കേട്ടോ. കോട്ടൊന്നും ഇടാണ്ട് പുറത്ത് പോകാനോ ഇരിക്കാനോ ഒന്നും പറ്റുന്നില്ല. അപ്പോൾ ഇനി ഞാൻ നമ്മളെ ബെഡ്റൂമിലൊന്ന് പോയി നോക്കട്ടെ. ഇവിടെ ഒരുപാട് ബെഡൊക്കെ ക്ലീൻ ആക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ടല്ലോ, നമ്മളെല്ലാ ദിവസവും ഇതുപോലെ ഒന്നും ആയിരിക്കില്ല കേട്ടോ. ചിലപ്പോൾ മടിയൊക്കെ വരും, ചിലപ്പോൾ വേഗം പണികളൊക്കെ ചെയ്ത് തീർക്കും ഞാൻ. ചിലപ്പോൾ മടിയെന്ന് പറയാനാവില്ല, ഒരു എന്താ പറയുക, അത്ര ഉഷാറൊന്നും കാണുമായിരിക്കില്ല. അപ്പോൾ എന്താ പറയുക, ഇങ്ങനെയൊക്കെ ആയിരിക്കും, ഓരോ ദിവസം ഓരോ പോലെ തന്നെ ആയിരിക്കും കേട്ടോ. അതിൽ കുറച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരും. അപ്പോൾ ഇതാ ഞാൻ തുണി ആറിയിട്ടിട്ടുണ്ടായിരുന്നു, അതൊന്ന് എടുക്കണം. എന്താ വെച്ചാൽ തുണി തിരുമ്പാനിട്ടിട്ടുണ്ട്, അതും കൊണ്ടുപോയിട്ടൊന്ന് എനിക്ക് ആറിയിടണം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇങ്ങ് താഴെ വന്നപ്പോൾ നമ്മളെ സിമ്പുട്ടനുണ്ട്. അപ്പോൾ സിമ്പുവിനായിട്ട് കുറച്ചങ്ങ് ഒന്നൊന്ന് പുന്നാരിക്കണേ, എന്നാലും അവന് പോവുള്ളൂ. അപ്പോൾ ഓൻ്റെ പുന്നാരൊക്കെ കഴിഞ്ഞ് ഓനക്ക് ഫുഡൊക്കെ കൊടുത്തു. പുറത്തുണ്ടായിരുന്ന നമ്മളെ പൂച്ചകൾക്ക് എല്ലാവർക്കും ഫുഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് പിന്നെ ഞാൻ വന്നിട്ട് ഇതാക്കുന്നത്, കറി വെക്കാൻ നോക്കുന്നത് കേട്ടോ. അപ്പോൾ പരിപ്പും കുമ്പളങ്ങയും വെച്ചിട്ടുള്ള കറിയാണ്. അപ്പോൾ ഞാൻ ചെറുപയറിൻ്റെ പരിപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ അതിലേക്ക് ഞാൻ ഉള്ളിയും പച്ചമുളകും മഞ്ഞളും കുറച്ച് വെളിച്ചെണ്ണയും ഒക്കെ ഒഴിച്ചിട്ട് ഞാൻ ഒന്ന് വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ. എന്താ വെച്ചാൽ വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കുമ്പോൾ ഉണ്ടല്ലോ, പരിപ്പൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ പുറത്തോട്ട് വരില്ല കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ എല്ലായിടത്തും ചീറ്റിയിട്ട് ഗ്യാസ് സ്മെല്ലും അവിടെയും എല്ലായിടത്തും ഉണ്ടാവും. അപ്പോൾ എപ്പോഴും പരിപ്പ് വെക്കുമ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വീത്തി കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ എപ്പോഴും വെക്കൽ ഞാൻ. അപ്പോൾ ഇനി ഇത് അങ്ങ് ഗ്യാസുമൊക്കെ ആക്കാൻ നമുക്ക് ഞാൻ പിന്നെ ഉപ്പേരിയൊക്കെ ആദ്യം തന്നെ അങ്ങ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കറി മാത്രം ഉണ്ടാക്കിയാൽ മതി, പിന്നെ ഒരു ചമ്മന്തിയും കൂടി ഉണ്ടാക്കണം. അപ്പോൾ എനിക്ക് കുറച്ച് പാത്രം കഴുകാനുണ്ട്. അപ്പോൾ അതും കൂടി കഴുകാതിന് വിസിൽ വരുന്നവരെ നമുക്ക് പാത്രം കഴുകാനിട്ട് വേണം തേങ്ങ അരച്ചിട്ട് നമുക്ക് കറിക്ക് വാർന്നു കൊടുക്കാൻ കേട്ടോ. നമുക്കിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഉള്ളത്, എല്ലാം വലിച്ചിട്ടിട്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് ഞാൻ അപ്പോഴത്തേക്കും പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ കേട്ടോ. കഴുകി വെച്ചിട്ട് വേണം ഇനി തേങ്ങ അരച്ചിട്ട് ഒക്കെ വീത്താൻ വേണ്ടിയിട്ട്. കഴുകാനൊക്കെ ഉള്ളത് ഞാൻ സിങ്കിക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ കഴുകി വെച്ച പാത്രങ്ങൾ ഞാൻ ഇതിൻ്റെ അടിയിലുണ്ട്, അതും കൂടി എടുത്ത് വെച്ചിട്ട് വേണം ഇനി നമുക്ക് ഇതാക്കാൻ. ഇത് അങ്ങോട്ട് കഴുകിയാൽ വെക്കണമല്ലോ, അപ്പോൾ അതും കൂടി ഒന്ന് അങ്ങോട്ട് എടുത്ത് വെക്കട്ടെ. അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ കൊണ്ടുപോയി കാലിയാക്കി. അപ്പോൾ നമ്മളെ വലിയ പാത്രം കഴുകിയിട്ട് ഇതിലിട്ടിട്ട് പിന്നെ ഞാൻ നമുക്കൊരു വലിയൊരു ഇതുണ്ട്, ഇതുപോലെ തന്നെ ഉള്ള പാത്രം വെക്കാനുള്ള, അതിലേക്ക് അങ്ങ് എടുത്തു വെക്കും കേട്ടോ. അപ്പോൾ ഇത് കാലിയായി കിട്ടുമല്ലോ. അപ്പോൾ ഇനി നമുക്ക് പാത്രം ഒന്ന് കഴുകിയെടുക്കാം. എനിക്ക് ഇന്ന് മോളെ ആധാർ കാർഡും കൂടി അപ്ഡേറ്റ് ചെയ്യാൻ പോകാനുണ്ട് കേട്ടോ. നമുക്ക് പുതിയ ആധാർ കാർഡ് എടുത്തതാണ്. അപ്പോൾ അവൾ സ്കൂളിൽ നിന്ന് വന്നിട്ട് വേണം അതിനും കൂടി പോകാൻ. അപ്പോൾ വേഗം അപ്പോഴത്തേക്ക് എത്ര പണിയെല്ലാം കഴിയുന്ന അത്രയും നമ്മൾ കയ്യിട്ട് വെച്ചിട്ട് ഞാൻ വേഗം അങ്ങ് ചെയ്യാം കേട്ടോ.
ചിട്ടി അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. പിന്നെ എല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിത് ഒന്ന് മാറ്റി കൊടുക്കട്ടെ. വെളിച്ചെണ്ണ ഒഴിച്ച കാരണം ഉണ്ടല്ലോ പുറത്തൊന്നും പരിപ്പ് വന്നില്ല കേട്ടോ. അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചില്ല എല്ലായിടത്തേക്കും പരിപ്പ് തൂറ്റിയിട്ട് അങ്ങ് തിളക്കലായിരിക്കും. മൊത്തത്തിലുള്ള പരിപ്പ് എടുക്കട്ടെ. ഇനി നമുക്ക് തേങ്ങ ഇപ്പോൾ ഇനി വേവിക്കൊന്നും വേണ്ട. ചെറുപയറിൻ്റെ പരിപ്പായ കാരണം വേവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങ് മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് തേങ്ങ ഞാൻ ചിരവി കൊടുക്കട്ടെ. പിന്നെ നമ്മൾ തേങ്ങ എടുക്കട്ടെ. അപ്പോൾ തേങ്ങ ഞാനുണ്ടല്ലോ ഇങ്ങനെ ഞാൻ സ്കൂൾ തുറന്നതിന് ശേഷമൊക്കെ ഞാൻ ഇങ്ങനെയാണ് ചെയ്തൊക്കെ. ഒരു തേങ്ങ പൊട്ടിക്കും, എന്നിട്ട് അത് ഞാൻ ചിരകിയിട്ട് ഇങ്ങനെ ബോട്ടിലിൽ ഇട്ട് വെക്കൂട്ടാ. പക്ഷെ പെട്ടെന്ന് രാവിലെ ടിഫിനെല്ലാം വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ പിന്നെ തേങ്ങ ചിരകാനുള്ള നേരം ഉണ്ടാവില്ല. 7:45 ആകുമ്പോഴത്തേനും സ്കൂളിലെത്തണം. അപ്പോൾ എല്ലാം കൂടി നടക്കില്ല. അപ്പോൾ തേങ്ങയും കൂടി ഞാൻ ഒന്ന് ചിരകയാണ്. ചിരകല്ല, ചിരകി വെച്ചതാണ്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഞാൻ അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്ത്. ഞാൻ വലിയ ജീരകമായിട്ട് അരക്കില്ല, ചെറിയ ജീരകം അങ്ങനെ കറിയിലേക്ക് അരക്കലില്ല. അപ്പോൾ ഞാൻ ഇതൊന്ന് അരച്ചിട്ട് വരട്ടെട്ടോ. അപ്പോൾ രാവിലെ ഞാൻ ബീൻസ് ഒക്കെ ഉപ്പേരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, മോൾക്ക് ടിഫിനിൽ കൊടുക്കാൻ. അപ്പം ഞാൻ തേങ്ങ തീത്തട്ടെ, കുറച്ചും കൂടി ഒന്ന് അരപ്പൊന്ന് പോരണ്ടേ. ഇതരച്ച് നമുക്ക് ഇളക്കി കൊടുക്കാം. ഞാനിത് അധികം അങ്ങ് തിളപ്പിക്കൂല കേട്ടോ, കുറച്ച് മാത്രം ഒന്നങ്ങ് ചൂടാക്കി എടുക്കുള്ളൂ. അപ്പോൾ ഞാൻ ഇതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കറിവേപ്പില. ഉപ്പ് കുറവുണ്ട്, ഉപ്പും കൂടി അങ്ങോട്ട്. പിന്നെ ഒന്ന് ചെറിയ തീയിലിട്ടിട്ട് കുറച്ച് നേരം മാത്രം ഞാൻ ഒന്നങ്ങ് തിളപ്പിക്കുകയാണ് കേട്ടോ. തിളപ്പിക്കുന്നില്ല, ഒന്നങ്ങ് ചൂടാക്കി വെക്കുന്നതാണ്. അതൊന്ന് ചൂടാക്കി വെക്കട്ടെ. ഇനി നമുക്ക് വെളിച്ചെണ്ണ എടുക്കാം. പിന്നെ കഴുകി വെച്ച ബോട്ടലാണ് കേട്ടോ. പിന്നെ മല്ലിപ്പൊടി തീർന്നു പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അപ്പോൾ ചട്ടി ഒന്ന് ചൂടായാൽ മതി കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഞാൻ തിളപ്പിക്കലില്ലാന്ന്. അപ്പം ഓക്കെ, ഒന്ന് ചൂടായി പാകമായിട്ടുണ്ട്. അപ്പം ഞാനിത് ബന്ധാക്കുകയാണ്. ഇനി ഞാൻ ഓഫാക്കുകയാണ് കേട്ടോ. ഓഫാക്കുന്നില്ല, എനിക്ക് ഇനി ഇതിലേക്ക് ഞാൻ പൊട്ടിച്ചൊഴിക്കട്ടെ. കടുക് പൊട്ടിച്ചൊഴിക്കണം. ഞാൻ ഉണക്കമുളക് എടുത്തിട്ട് വരട്ടെ കേട്ടോ. പാത്രം മാത്രമാണ് കഴുകി എടുത്തിട്ടുള്ളൂ. എനിക്കിനി നമ്മൾ സ്ലാബ് മൊത്തം ഒന്ന് തുടച്ചെടുക്കാനുണ്ട്. തുണി കൊണ്ടുപോയിട്ട് മുകളിൽ ആറിടാനുണ്ട്. ചപ്പാത്തി കൂടി ഉണ്ടാക്കാനുണ്ട് കേട്ടോ. അതും കൂടി കഴിഞ്ഞാലാണ് നമ്മളെ പണി അങ്ങ് പൂർണ്ണമായി തീരുള്ളൂ. അപ്പോൾ കടുക് പൊട്ടട്ടെ, നമുക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഞാൻ ആദ്യം തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ ഇനി ഇടൂല. അപ്പോൾ ഇനി നമ്മൾ ഉണക്കമുളക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നമുക്കങ്ങ് വീഴ്ത്തി കൊടുക്കാം. ഞാൻ ഇതിലേക്ക് തന്നെ കുറച്ച് കറിയും എടുത്തിട്ട് ഞാൻ ആക്കട്ടെ. പിന്നെ ഞാൻ ഉമ്മാൻ്റെ ഒന്ന് പഠിച്ചതാണ്, പണ്ടേ തൊട്ടിട്ട് ഞാൻ കാണുന്നതാണ്. ഉമ്മ ഇങ്ങനെ പിന്നെ
കറി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ പിന്നെ അതിലേക്ക് തന്നെ വാർന്നിട്ട് ഇതിലേക്ക് തന്നെ ഒഴിക്കുന്നത്. അപ്പോൾ പിന്നെ എനിക്കും അതന്നെ അങ്ങനെ ആയിപ്പോയി. അപ്പോൾ ഇത് കറി റെഡിയായി. ഇനി ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ഉള്ളി ചമ്മന്തി, എന്താ വെച്ചാൽ നമുക്ക് ഇന്ന് ബീൻസും ഈ കറിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഉള്ളി കൊണ്ട് ഒരു ചമ്മന്തിയും കൂടി അങ്ങ് അരക്കാം. അപ്പോൾ പിന്നെ അങ്ങ് കുഴപ്പമില്ല, എരിവിന് പിന്നെ അത് മതിയല്ലോ. അപ്പോൾ ഇനി ഞാൻ ചമ്മന്തി അരച്ചിട്ട് വരാം കേട്ടോ. ഉള്ളിയും അതുപോലെ ഞാൻ എന്താ പറയുക പുളിയും അതിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുളകാണ് കേട്ടോ ഞാൻ ഇടുന്നത്. ഇത് 2 ദിവസം ഇരുന്നാലും കേടൊന്നും വരുത്തില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഞാൻ കൂടുതലങ്ങ് ഉണ്ടാക്കും. പിന്നെ കുറച്ച് കൂടുതലെന്ന് പറഞ്ഞാൽ 2 ദിവസത്തേക്കൊക്കെ ഉണ്ടാവും എനിക്ക്. ഉപ്പിട്ട് കൊടുക്കാം അതിന്. ഇനി നമുക്കിതൊന്ന് മിക്സി എടുത്തിട്ട് നല്ലോണം അടിച്ചിട്ട് പേസ്റ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ മിക്സിയൊക്കെ ഞാൻ ഉഷാറായിട്ട് കൊണ്ടു വെച്ചിട്ടുണ്ട്. ഇത് നമ്മളെ പഴയ മിക്സിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മിക്സിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് കളയാണെന്ന് വെച്ചത്. പക്ഷെ ആള് പോയിക്കണ്. പക്ഷെ ചെറിയ ജാറ് മാത്രം ഇതിൽ, ചെറിയ ജാറും അതുപോലെ ജ്യൂസ് ജാറും അത് മാത്രം ഇതിൽ നടക്കുന്നുണ്ട്. വിചാരിച്ച് സാരമില്ല. അപ്പം ഞാൻ ചമ്മന്തിക്കൊക്കെ നമ്മൾ പഴയ ഇത് തന്നെയാണ് ഉപയോഗിക്കുക കേട്ടോ. ഇപ്പം ഇനി നമുക്ക് അടിച്ചോ. ഇതിൻ്റെ ബട്ടൺ കേടാണ്, ഇവിടെ സ്വിച്ചിലിട്ടിട്ട് വേണം അടിക്കാൻ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടിക്കാം. നല്ല പേസ്റ്റായിട്ടും കിട്ടും. നല്ല എരിവുണ്ട് കേട്ടോ. ഒന്നുകൂടി അടിക്കാം. കയ്യിൽ കുറച്ച് മുളകും പൊടി പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി നമുക്കിത് പാത്രത്തേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും കേട്ടോ. സിങ്കും ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കട്ടെ കേട്ടോ. പിന്നെ നമുക്ക് പാത്രം കഴുകാൻ കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കട്ടെ. അപ്പോൾ ഇതാ ഫുഡൊക്കെ നമ്മൾ എല്ലാം കഴിഞ്ഞ് ഇനി ഒന്ന് ഗ്യാസും കൗണ്ടർ ടോപ്പും ഒക്കെ ഒന്ന് വൃത്തിയാക്കണം. പാത്രം ഞാൻ കഴുകിയിട്ട് അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇഷ്ടപ്പെടുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എനിക്ക് കമൻറ്റ് അയക്കണേ കേട്ടോ. കമൻറ്റും കൂടി അയക്കണേ, എന്താണ് അഭിപ്രായം എന്നുള്ളത് എനിക്കറിയണ്ടേ. അന്നേരം എനിക്ക് കമൻറ്റും കൂടി അയക്കുക. അതുപോലെ ലൈക്കും തരാൻ മറക്കരുത് കേട്ടോ. ലൈക്കും തരാൻ മറക്കരുത്. ലൈക്ക് തന്നാലാണ് പിന്നെ നമ്മളെ വീഡിയോസ് കുറച്ചധികം ആളിലേക്കെല്ലാം അങ്ങ് നോട്ടിഫിക്കേഷനൊക്കെ അങ്ങ് പോവുള്ളൂ കേട്ടോ അതിൻ്റെ. അപ്പോൾ ഇനി നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.